2025 ജൂൺ 5 ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ആയിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് തൊടുപുഴ ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലും നട്ടുവളർത്താറുള്ളത്. നാഷണൽ സർവീസ് സ്കീം മണക്കാട് മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മുൻകാല വർഷങ്ങളിൽ ഇതുപോലെയുള്ള പരിസ്ഥിതി സ്നേഹികൾ പരിസ്ഥിതി ദിനം ആഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടതിന്റെ പേരിലാണ് ഇന്ന് തൊടുപുഴ പട്ടണം കുറച്ചെങ്കിലും ഭാഗം ഹരിതവനമായി നിലകൊള്ളുന്നത്. തൊടുപുഴയിൽ മുനിസിപ്പൽ പാർക്കിന് ഉള്ളിൽ നിൽക്കുന്ന ഇതുപോലുള്ള പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ തലമുറകൾ വച്ചു പിടിപ്പിച്ച അനേകം ഇനത്തിൽപ്പെട്ട പലതും ഔഷധമൂല്യമുള്ള നിരവധി വൃക്ഷത്തൈകളാണ് ഈ പാർക്കിനുള്ളിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ വനം വകുപ്പ് വിതരണം ചെയ്യുകയും വിവിധ സന്നദ്ധ സംഘടനകൾ അതും ടൗണുകളിലെയും നാട്ടിൻപുറങ്ങളിലും വച്ചു പിടിപ്പിച്ച് നമ്മുടെ ടൗണുകളും ഗ്രാമങ്ങളും പച്ചപുതച്ച് നിൽക്കുന്നത് തന്നെ ഈ ഹരിത കേരളം നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെയാണ്. എന്നാൽ ഇന്ന് പാരിസ്ഥിതിക ആഘാതവുമായി ബന്ധപ്പെട്ട് പ്രകൃതി ദുരന്ത നിവാരണ സംരക്ഷണത്തിന്റെ ഭാഗമായി വീടുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും നീണ്ടു പടർന്നു കിടക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്നാണ് സർക്കാർ ഓർഡർ. സർക്കാരിന്റെ ഈ ഓർഡർ ഈ പാരിസ്ഥിതി ദിനം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ മുനിസിപ്പൽ പാർക്കിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തുള്ള വീടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആണെങ്കിലും ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരു പരിസ്ഥിതി സ്നേഹികളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതികളാണ്. കിട്ടിയ അവസരങ്ങൾ സർക്കാർ മുതലെടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ ചെലവിൽ ഒരു തൈ വരെ വിതരണം ചെയ്തിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഒരു തരത്തിൽ ഗുണവും മറ്റൊരു തരത്തിൽ അതിലേറെ ദൂഷ്യവും ചെയ്യും എന്നാണ് പരിസ്ഥിതി വിദഗ്ധരുടെ നിഗമനം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.